ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് പോളിഷ് ബ്രിട്ടീഷ് നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായ ജോസഫ് കൊനാർഡിൻ്റെ നോവലയാണ്. 1899 പുറത്തു വന്ന ഈ കൃതി കൊളോണിയൽ അഡ്വഞ്ചർ ഫിക്ഷൻ, സൈക്കോളജിക്കൽ മിസ്റ്ററി ഫിക്ഷൻ, ലിറ്റററി മോഡേണിസം, ഓട്ടോബയോഗ്രഫി എന്നീ മേഖലകളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് പ്രസ്തുത പുസ്തകം ഇന്നേ ദിവസം പരിചയപ്പെടാം. ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം, ഇതുപോലെ. അപ്പോൾ ഈ ഒരു പുസ്തകം ഫിംഗർ പ്രിൻറ്റ് ക്ലാസിക്സ് ആൻഡ് ഇംപ്രിൻറ്റ് ഓഫ് പ്രകാശ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2018 അവരിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതതിൻ്റെ റീപ്രിൻ്റാണ് 2022. ഇതൊരു നോവലയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. നോവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റോറിയേക്കാളും അതിൻ്റെ സൈസ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് സ്റ്റോറിയേക്കാളും സൈസ് കൂടുതൽ ആയിരിക്കും. എന്നാൽ നോവല് ഒരു സാധാരണ നോവലിനേക്കാളും സൈസ് കുറവായിരിക്കും. ഇതിൽ മൊത്തം 128 പേജുകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വില ആമസോണിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് 119 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയ ഒരു പുസ്തകമാണ്. ഒരു നോവലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നോവലിനേക്കാളും സൈസ് കുറഞ്ഞ ഒരു നോവലയാണ്. പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അതുപോലെ കവർ പേജ് ക്വാളിറ്റി, പ്രിൻറ്റിങ് ക്വാളിറ്റി, അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി എല്ലാം മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പേപ്പറുകൾക്കെല്ലാം തന്നെ ഒരു യെല്ലോ കളറാണ് എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുസ്തകത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിലാദ്യം ഞാൻ കഥാപാത്രങ്ങളെ പറ്റി ഒന്ന് സൂചിപ്പിക്കാം. ശേഷം നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കിടക്കാം. കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിൽ അനേകം കഥാപാത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ നോവലുകളിലായാലും കഥകളിലായാലും കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകപ്പെട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈയൊരു നോവലയിൽ കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളത് വളരെ കുറച്ചാണ്. കുറച്ച് കഥാപാത്രങ്ങൾക്കേ പേരുകളുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം തന്നെ അവരുടെ പൊസിഷൻസോ അതുപോലെ തന്നെ അവരുടെ കൺട്രിയോ അവരുടെ രാജ്യങ്ങളോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ പേരുകളായിട്ടല്ല അവർ സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നറേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ പേരുകളും മറ്റും അറിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറന്നുപോയി എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ചാൾസ് മാർലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഒരു ക്യാപ്റ്റനാണ്. ഈ കപ്പൽ നാവിക തലവൻ, നേവിയിലെ ഒരു ക്യാപ്റ്റനാണ്. കപ്പൽ യാത്രയിലെ ഒരു ക്യാപ്റ്റനാണ് ഈ ചാൾസ് മാർലോ എന്ന കഥാപാത്രം. അതുപോലെ നോവലയിലെ നായക കഥാപാത്രവും ഇയാൾ തന്നെയാണ്. നായകനും ഇയാൾ തന്നെയാണ്. മറ്റൊന്നുള്ളത് കേഡ്സ് എന്നുള്ള കഥാപാത്രമാണ്. ഈ കേഡ്സ് എന്ന് പറയുന്നത് ഒരു ആനക്കൊമ്പ് വ്യാപാരിയാണ്. പുള്ളിയാണ് നോവലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. പിന്നെയുള്ള കഥാപാത്രങ്ങൾക്ക് ഒന്നും തന്നെ അങ്ങനെ പേരുകൾ കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നില്ല. മറിച്ച് അവരുടെ പൊസിഷൻസോ രാജ്യങ്ങളോ ഒക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഒരു നരേറ്ററാണ്. നരേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു നോവലിലേക്കകത്ത് നമുക്ക് പ്രധാനമായിട്ടും 2 നരേറ്റേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അതായത് കഥ പറയുന്ന ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. അതിൽ സെക്കൻഡറി നരേറ്ററാണ് ഈ വ്യക്തി. അപ്പോൾ നോവലയിലെ പ്രൈമറി നരേറ്റർ എന്ന് പറയുന്നത് നോവലയിലെ നായകനായിട്ടുള്ള ചാൾസ് മാർലോ തന്നെയാണ്. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ജനറൽ മാനേജറാണ്. പിന്നെ ഒരു ബ്രിക്ക് മേക്കറുണ്ട്. ബ്രിക്ക് മേക്കർ എന്ന് പറയുന്ന ഈ ജനറൽ മാനേജറിൻ്റെ ഏജൻ്റായിട്ട് വരും. പിന്നെ ഒരു റഷ്യൻ ട്രേഡറുണ്ട്. പുള്ളി ഒരു വ്യാപാരിയാണ്, ഒപ്പം തന്നെ ഒരു നാടോടിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ മേൽ സൂചിപ്പിച്ച വ്യക്തികളാണ് ഈ ഒരു നോവലിലേക്കകത്തുള്ള പ്രധാന കഥാപാത്രങ്ങളുടെ റോളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് ആദ്യം ഈ ചാൾസ് മാർലോ എന്ന് പറയുന്ന കഥാപാത്രമാണ് സെൻട്രൽ ക്യാരക്ടർ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചാൾസ് മാർലോയും കുറച്ച് വ്യക്തികളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഒരു യാത്ര പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ നിൽക്കുകയാണ്. അവർ യാത്ര തിരിച്ചിട്ടില്ല, പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചാൾസ് മാർലോ ഈ തൻ്റെ കൂടെയുള്ള മറ്റ് വ്യക്തികളോട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഈ യാത്രകൾ ചെയ്യുമ്പോൾ കടന്നു വരുന്ന ഒരു കഥ, ഒരു അനുഭവം, ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു അനുഭവം പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുന്നത് പോലെ കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ എന്നുള്ള ഒരു ക്വാളിറ്റി, എന്നുള്ളൊരു എലമെൻറ്റ് നമുക്ക് ഈ നോവലിലേക്കകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോവലയിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറയുന്ന കഥയുടെ രത്നചുരുക്കം എന്ന് പറയുന്നത്,
ചാൾസ് മാർലോ ഒരു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഈ കപ്പൽ യാത്രകളിൽ ഒരു ക്യാപ്റ്റനായി തീരുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്യാപ്റ്റനാവുക എന്നുള്ളതല്ല, മറിച്ച് കപ്പൽ യാത്രകൾ ചെയ്യുക എന്നുള്ളൊരാഗ്രഹം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പുള്ളിയുടെ ചില ആൾക്കാരുടെ ശുപാർശകളോടുകൂടി ഒരു ക്യാപ്റ്റനായിട്ടുള്ള ഒരു പൊസിഷൻ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പുള്ളിക്ക് ആദ്യത്തെ പുള്ളിയുടെ യാത്രയിൽ പുള്ളിക്കൊരു ഒരു ദൗത്യം ലഭിക്കുകയാണ്. അതായത് ഈ കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്ത്, കോങ്കോ എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള ഒരു പ്രദേശമാണ്. ഈ കോങ്കോ ആഫ്രിക്കയുടെ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കോങ്കോ ഈസ് ദ ഹാർട്ട് ഓഫ് ആഫ്രിക്ക, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ അദ്ദേഹം ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കോങ്കോയെയാണ് അദ്ദേഹം ഇവിടെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, ഹാർട്ട് ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന കോങ്കോയെ അദ്ദേഹം ഇവിടെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്നും കോങ്കോയിലേക്കൊരു യാത്ര പോകണം. കുറച്ച് ആൾക്കാരുമായിട്ടാണ് പോകേണ്ടത്. ആ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കേഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. അയാൾ ഒരു വലിയ സമ്പന്നനാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഈ ആഫ്രിക്കൻസിൻ്റെ ഇടയിൽ, അവിടെയുള്ള ഈ നാടോടികളായിട്ടുള്ള ആൾക്കാർ, ട്രൈബൽസിൻ്റെ ഇടയിൽ ഒരു കിങ്ങിൻ്റെ സ്ഥാനമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ ഈ പോകുന്ന വഴിയെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്നും കോങ്കോയിലേക്ക് ഉള്ള ആ ഒരു നദീയാത്രയാണ്. നദിയിലൂടെ ബോട്ടിൽ പോകുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ ഉടനീളം അവരുടെ മാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ? ആ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പലതരം കാഴ്ചകൾ ഈ നമ്മുടെ ചാൾസ് മാർലോ കാണുന്നുണ്ട്. അയാൾ അതുവരെയും ചിന്തിച്ചു വച്ചിരുന്ന, കരുതിയിരുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പല കാഴ്ചകളും അയാൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് എന്ത് സംഭവിക്കുന്നു, അതായത് ഈ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ കേഡ്സിനെ അന്വേഷിച്ച് പോകുന്ന അവർക്ക് പിന്നീട് എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ നോവല്ലയിൽ കാണുന്നത്. അവിടെയൊക്കെ തന്നെ പലതരത്തിലുള്ള ഭയാനകമായിട്ടുള്ള സംഗതികളും ഒപ്പം തന്നെ ഇമോഷണലായിട്ടുള്ള സംഗതികളും ഒക്കെ തന്നെ ജോസഫ് കൊനാർഡ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചിന്തനീയമായിട്ടുള്ള ചില വിഷയങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് കൊളോണിയലിസം, അതുപോലെ തന്നെ സാമ്രാജ്യത്വം എന്ന് പറയുന്ന സംഗതികളാണ്. കൊളോണിയലിസത്തെ സംബന്ധിച്ചും സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചുമുള്ള നുണക്കഥകൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞു പരത്തിയിരുന്നവയിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള സംഗതികൾ, കൊളോണിയലിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും യഥാർത്ഥ മുഖം അവിടെ ചാൾസ് മാർലോയ്ക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഈ കറുത്ത വർഗ്ഗക്കാരോട് യൂറോപ്യൻസ്, അതായത് അവരെ അടക്കി ഭരിക്കുന്ന, അവരെ അടിച്ചമർത്തി ഭരിക്കുന്ന ഈ യൂറോപ്യൻസ് എപ്രകാരമാണ് പെരുമാറുന്നത്, അവരെ അടിമകളെ പോലെ കാണുകയും അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ചാൾസ് മാർലോയ്ക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 1899, അതായത് നോവല്ല ഇറങ്ങിയ സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ ഈ ആഫ്രിക്കയിലെ ഈ കോങ്കോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ട്രൈബൽസ് ആയിട്ടുള്ള ആഫ്രിക്കൻസ് ഈ യൂറോപ്യൻസിൽ നിന്നും അനുഭവിച്ചിരുന്ന യാതനകളും പീഡനങ്ങളും പ്രധാനമായിട്ടും എഴുത്തുകാരൻ പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നാഗരികതയുടെ പൊള്ളത്തരം എന്നുള്ളതാണ്. അതായത് അവരെ സിവിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ സാമ്രാജ്യത്വവാദികളും അതുപോലെ തന്നെ കൊളോണിയൽ ഭരണാധികാരികളും ഒക്കെ തന്നെ പൊതുവെ പറഞ്ഞ് പരത്തിയിരുന്നത്. എന്നാൽ ചാൾസ് മാർലോ തൻ്റെ യാത്രയിൽ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തിരിച്ചാണ് എന്നാണ്. അതായത് ഈ ആഫ്രിക്കൻസിനെ എല്ലാം തന്നെ വളരെയധികം രൂക്ഷമായിട്ട് ഉപദ്രവിക്കുകയും അവരെ അടിമകളെ പോലെ കാണുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതിയാണ് അദ്ദേഹത്തിന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാഗരികതയുടെ പൊള്ളത്തരം എന്ന് പറയുന്ന ഒരു സംഗതിയും എഴുത്തുകാരൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ അഭാവം, അത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ വംശീയത, റേസിസം, ഈ കറുത്തവർ വെളുത്തവർ എന്നുള്ള ആ ഒരു വംശീയതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിവുകൾ, അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾ, അവരെ വേദനിപ്പിക്കലുകൾ തുടങ്ങിയ കാര്യങ്ങളും അടിമകളാക്കി വയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഈ കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ആഫ്രിക്കയിലെ
അവസ്ഥ, ആഫ്രിക്കയിലെ ജനങ്ങളുടെ ട്രൈബൽസിൻ്റെയൊക്കെ അവസ്ഥ ഒരു കഥയിലൂടെ, ഒരു ഭയാനകമായിട്ടുള്ളൊരു യാത്രയിലൂടെ ജോസഫ് കൊനാർഡ് നമുക്ക് ചാൾസ് മാർലോ എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞു തരികയാണ് ഈ ഒരു നോവലിലൂടെ. അപ്പോൾ ഇത് നമ്മൾ കണിശമായിട്ടും വായിച്ചു നോക്കേണ്ട ഒരു കൃതിയാണ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ കഴിയുന്നവരെല്ലാവരും തന്നെ ഈ ഒരു കൃതി തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ അവതരണം ലളിതമാണ്. കാരണം സ്റ്റോറി വലിയ കോംപ്ലക്സിറ്റി ഒന്നും തന്നെയില്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ പുറമേ ഉള്ള കഥ, അതായത് ഈ 5 പേരും തേംസ് നദിയിൽ വന്നിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അപ്പോൾ പുള്ളി കഥ പറയുന്നു, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കഥ, അങ്ങനെ ഒരു ലീനിയറായിട്ട് വളരെ അങ്ങനെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അങ്ങനെ മാറി പോകുന്നൊരു ഇതില്ല, പാസ്റ്റ് പ്രസൻറ്റ് അങ്ങനെ പോകുന്നൊരു ഇതില്ല. മറിച്ച് വളരെ ലീനിയറായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ച് കാണുന്നത്. അപ്പോൾ അവതരണം വളരെ ലളിതവും മികച്ചതും ആണ് എന്നാണ് ഇതുകൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതൊരു എല്ലാ അർത്ഥത്തിലും നല്ലൊരു കൃതിയാണ്. കഴിയുന്നവർ വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.